ഇവിടെ ഏത് റോളും പറ്റുമെന്ന് ഏത് സംവിധായകനെയും തോന്നിപ്പിക്കുന്ന മാജിക്കാണ് ഉർവശി. വെള്ളം പോലെ എന്ന് പറയാം. ഏത് പാത്രത്തിലേക്ക് പകരുന്നുവോ അതിനനുസരിച്ചുള്ള രൂപമാറ്റം സംഭവിക്കുന്ന നടന വൈഭവം. ഇന്നിപ്പോൾ മലയാളത്തിന്റെ താരരാജാക്കന്മാരായ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം 6 സംസ്ഥാന പുരസ്കാരം എന്ന അപൂർവ നേട്ടത്തിലേക്കാണ് ഉർവശി നടന്നു കയറിയിരിക്കുന്നത്. മലയാള സിനിമാ ലോകത്തെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളെന്ന് വീണ്ടും അടിവരയിടുന്ന നേട്ടമാണ് ഉർവശി സ്വന്തമാക്കിയിട്ടുള്ളത്. ഉർവശി സൂപ്പർ സ്റ്റാറായി മാറുന്നത് കേവലം അവാർഡുകളുടെ എണ്ണം കൊണ്ട് മാത്രമല്ല, വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലെ വ്യക്തിമുദ്ര കൊണ്ട് കൂടിയാണ്. കോമഡി ടൈമിങ്ങിലും ഗൗരവ കഥാപാത്രങ്ങളിലും ഒരേപോലെ ശോഭിക്കുക എന്നത് അത്ര എളുപ്പമല്ല. ആ കഴിവാണ് മറ്റുള്ളവരിൽ നിന്ന് ഉർവശി എന്ന അഭിനേത്രിയെ ഏറെ വ്യത്യസ്തയാക്കുന്നത്. അതിന്റെ ഉദാഹരണങ്ങളായിരുന്നു ഉർവശി അവതരിപ്പിച്ച ഓരോ വേഷങ്ങളും. അനിയത്തി, കാമുകി, ഭാര്യ, അമ്മ, അമ്മായി അമ്മ എന്നിങ്ങനെ ഏത് വേഷം കൊടുത്താലും 100-ൽ 100 നേടുന്ന ഉർവശി മലയാളത്തിന്റെ അഭിമാനമാണ്. ഉള്ളൊഴുക്കൽ പാർവതി തിരുവോത്ത് അവതരിപ്പിച്ച അഞ്ജുവിന്റെ അമ്മായിയമ്മ ലീലാമ്മയായി തിരശ്ശീലയിലെത്തിയ ഉർവശി വിസ്മയിപ്പിക്കുകയായിരുന്നുവെന്ന് നിസ്സംശയം പറയാം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിറവിൽ നിൽക്കുമ്പോഴും സഹതാരങ്ങളെ അഭിനന്ദിക്കുകയായിരുന്നു ഉർവശി. പാർവതി എതിർവശത്തുണ്ടായിരുന്നതുകൊണ്ടാണ് അത്രയും മികച്ചതായി അഭിനയിക്കാൻ കഴിഞ്ഞതെന്നാണ് ഉർവശി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ പ്രതികരിച്ചത്. അഭിനയിക്കുമ്പോൾ ഒരിക്കലും അവാർഡ് നമ്മുടെ മനസ്സിൽ വരാറില്ലെന്നും ഡയറക്ടറാണ് ആദ്യത്തെ അവാർഡ് തരുന്നയാളെന്നും അദ്ദേഹം ഓക്കെ പറയുന്നതാണ് അവാർഡ് എന്നുമാണ് ഈ വാർത്തയോടുള്ള ഉർവശിയുടെ ആദ്യ പ്രതികരണം. 6ാമത്തെ പുരസ്കാരമാണ് ഇതെന്നത് താൻ എണ്ണിയിട്ടില്ലെന്നും പാർവതിയുമായി മികച്ച അഭിനയം തന്നെയായിരുന്നു ഉള്ളൊഴുക്കിൽ നടന്നതെന്നും പാർവതിയുടെയും വളരെ മികച്ച പ്രകടനമായിരുന്നുവെന്നും മത്സരിച്ച് അഭിനയിക്കുകയായിരുന്നെന്നും ഉർവശി പറയുന്നുണ്ട്. പടം റിലീസ് ചെയ്തതിന് പിന്നാലെ ഓരോരുത്തരും പ്രശംസിക്കുന്നത് ഓരോ അവാർഡായിട്ടാണ് താൻ സ്വീകരിക്കുന്നതെന്നും ഉർവശി പറയുകയാണ്. സർക്കാർ തലത്തിലുള്ള ആ പ്രശംസ അംഗീകാരമായി വന്നതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ഒരു സ്കൂളിൽ പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടുമ്പോൾ നോക്കുന്ന മാർക്ക് പോലെയാണ് തനിക്ക് അവാർഡെന്നും ഉള്ളൊഴുക്കിനെ സംബന്ധിച്ചിടത്തോളം താൻ മാനസികമായും ശാരീരികമായും ഒരുപാട് വിഷമതകൾ നേരിട്ട സമയം കൂടിയായിരുന്നുവെന്നും ഉർവശി കൂട്ടിച്ചേർക്കുകയാണ്. 1989-ൽ മഴവിൽ കാവടി, വർത്തമാനകാലം എന്നീ ചിത്രങ്ങളിലൂടെയായിരുന്നു ഉർവശി ആദ്യമായി മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടുന്നത്. 1990-ൽ തലയാണ മന്ത്രത്തിലൂടെയും 1991-ൽ കടിഞ്ഞൂൽ കല്യാണം, കാക്കത്തൊള്ളായിരം, ഭരതം, മുഖചിത്രം എന്നീ ചിത്രങ്ങളിലൂടെയും 1995-ൽ കഴകത്തിലൂടെയും 2006-ൽ മധുചന്ദ്രലേഖയിലൂടെയുമാണ് അവാർഡുകൾ നേടിയത്. 2006-ൽ അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടിക്കുള്ള അവാർഡും ഉർവശിക്ക് ലഭിച്ചിട്ടുണ്ട്. 1977-ൽ 8ാം വയസ്സിൽ അഭിനയ രംഗത്തെത്തിയ ഉർവശി 80കളിലും 90കളിലും മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിയായിരുന്നു. മലയാളം, തമിഴ് എന്നിവ കൂടാതെ തെലുങ്ക്, കന്നഡ, ഹിന്ദി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. 1983-ൽ 13ാം വയസ്സിലാണ് ആദ്യമായി ഉർവശി നായികയായി വേഷമിടുന്നത്. കാർത്തിക് നായകനായ തുടരും ഉണർവ് എന്ന തമിഴ് ചിത്രമാണ് ആദ്യം അഭിനയിച്ചതെങ്കിലും 3 വർഷങ്ങൾക്ക് ശേഷമാണ് ആ സിനിമ റിലീസാകുന്നത്. നായികയായി റിലീസായ ആദ്യ ചിത്രം 1983-ൽ പുറത്തിറങ്ങിയ മുന്താണെ മുടിച്ചായിരുന്നു. ഈ സിനിമ വലിയ വിജയമായി. ആ വിജയം ഉർവശിയുടെ സിനിമാ ജീവിതത്തിൽ വൻ വഴിത്തിരിവായി മാറുകയായിരുന്നു. തുടർന്നങ്ങോട്ട് മലയാളി മനസ്സിൽ ചേക്കേറിയ സിനിമാ പ്രേമികൾ നെഞ്ചോട് ചേർക്കുന്ന കഥാപാത്രങ്ങളായി ഉർവശി സൗത്ത് ഇന്ത്യയുടെ പ്രിയ നടിമാരുടെ ലിസ്റ്റിലേക്ക് എത്തുകയായിരുന്നു.